നമസ്കാരം. ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ US സർവകലാശാലകളിലും പ്രതിഷേധം വ്യാപിക്കുകയാണ്. നേരത്തെയും പ്രതിഷേധമുണ്ടെങ്കിലും ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമരത്തിന്റെ ഉറവിടം കൊളംബിയ സർവകലാശാലയാണ്. ഫലസ്തീൻകാർക്ക് അനുകൂലമായി പ്രതിഷേധ പരിപാടികളും മറ്റും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ക്യാമ്പസിൽ പ്രതിഷേധവുമായി അണിനിരന്നു. അത്തരത്തിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച നിരവധി വിദ്യാർത്ഥികളെ കൊളംബിയ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ടെന്റ് കെട്ടിയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രദേശത്തെ ക്രമസമാധാനം ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ക്യാമ്പ് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ഇതനുസരിക്കാൻ തയ്യാറായില്ല. പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയാനും വിദ്യാർത്ഥികൾ തയ്യാറായില്ല. തുടർന്നാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് അധികൃതർ നീങ്ങിയത്. അമേരിക്കയിലെ വിവിധയിടങ്ങളിൽ ഫലസ്തീൻ അനുകൂല റാലികളും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പോലീസും വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഏറ്റുമുട്ടിയിരുന്നു. സംഭവത്തിൽ 40ഓളം പേരെയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധക്കാരെ തുരത്താൻ പോലീസ് കുരുമുളക് സ്പ്രേ, സിപ്റ്റൈ, സ്റ്റൺ ഗ്രനേഡ് തുടങ്ങിയവയും ഉപയോഗിച്ചിരുന്നു. ഇത് ക്യാമ്പസിനുള്ളിൽ സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള ഇടപാടുകൾ സർവകലാശാല റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിദ്യാർത്ഥി സംഘടനകളും അക്കാദമിക് നേതാക്കളും തമ്മിൽ ദിവസങ്ങളോളം നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമത് മിനോഷ് ഷാഫിക് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൊളംബിയയിൽ ഏപ്രിൽ 18-ന് 100 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ബെർക്ക്ലി, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ തുടങ്ങിയവയും ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരുന്നു. ഏപ്രിൽ 17-നായിരുന്നു ഈ സംഭവങ്ങളുടെയെല്ലാം തുടക്കം. കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് ഫോഴ്സ് ഹൗസ് കമ്മിറ്റി ഹിയറിംഗിന് വിളിപ്പിച്ചിരുന്നു. ക്യാമ്പസിലെ ഇസ്രായേൽ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടായിരുന്നു നെമറ്റിനെ വിളിപ്പിച്ചത്. ഇതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നേരിടാൻ പോലീസ് ഇടപെട്ടത് സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. അതേസമയം ഗാസയിലുടനീളം ഇസ്രായേൽ വീടുകൾ നശിപ്പിച്ചതോടെ അഭയമില്ലാതായ 14 ലക്ഷത്തിലേറെ ഫലസ്തീനികളാണ് തമ്പുകളിലും മറ്റുമായി റഫേൽ തിങ്ങിക്കഴിയുന്നത്. ഇവിടെ കരയാക്രമണത്തിന് ഇസ്രായേൽ സേനാ വിന്യാസം അവസാന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്. റഫേൽ കരയാക്രമണം നടത്തിയാൽ മനുഷ്യ ദുരന്തമാകുമെന്ന ലോകമെമ്പാടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗസയിൽ നിന്ന് പിൻവാങ്ങാനില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആക്രമണത്തിന് അവസാനവട്ട ഒരുക്കങ്ങളും അതിവേഗം നടക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗസയ്ക്ക് പുറത്തായി 9 സൈനിക പോസ്റ്റുകൾ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട്. 3 കഴിഞ്ഞ വർഷാവസാനവും അവശേഷിച്ച 6 ജനുവരി, മാർച്ച് മാസങ്ങളിലുമാണ്. ഗസയിൽ ഉടനൊന്നും സൈനിക നീക്കം അവസാനിപ്പിക്കൽ ഇസ്രായേൽ പരിഗണനയിലില്ലെന്ന സൂചന നൽകുന്നതായിരുന്നു പുതിയ വെളിപ്പെടുത്തലുകൾ. ഇസ്രായേലിന് $2600 കോടി സൈനിക സഹായം US പാസ്സാക്കിയിരുന്നു. 2 ലക്ഷം കോടി രൂപയിലേറെ വില വരുന്ന ആയുധങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതുതായി US വക എത്തുന്നത് ഗാസയെ കൂടുതൽ ചാരമാക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്തുകൂടി ഇസ്രായേലിന് ആയുധം കൈമാറി കൂട്ടക്കൊലയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്ന അമേരിക്ക റഫ ആക്രമിക്കുന്നതിനെതിരെ വാചോടാപവുമായി രംഗത്തുണ്ട്. ആക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 18-ന് US ഇസ്രായേൽ ഉദ്യോഗസ്ഥ നേതൃത്വം തമ്മിൽ കണ്ടിരുന്നു. സൈനിക നീക്കത്തിന് US പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ വാർത്തകളും വരികയും ചെയ്തു. സിറിയയിൽ കോൺസുലേറ്റ് തകർത്തതിന് മറുപടിയായി ഇസ്രായേൽ ഇറാൻ ആക്രമണവും അതിന് പ്രതികാരമായി ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടന്നത് അവസരമാക്കിയാണ് റാഫേൽ കുരുതിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത്. അതിനിടെ ഗാസയിൽ റഫയോട് ചേർന്ന് പുതുതായി നിരവധി ടെന്റ് ക്യാമ്പുകൾ നിർമ്മിക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് റഫ ആക്രമണം മുന്നിൽ കണ്ടെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നിലവിൽ ആശുപത്രിയിൽ അഭയം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളെ പാർപ്പിക്കുന്നതിനാണ് ടെന്റ് ക്യാമ്പ് സ്ഥാപിക്കുന്നതെന്നും റഫ ആക്രമണവുമായി ബന്ധമില്ലെന്നും ഫലസ്തീൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടയിൽ വെടിനിർത്തലിനായി മാസങ്ങളായി ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഹമാസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തത് വെല്ലുവിളിയാണ്. തെക്കൻ നഗരമായ റഫേൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ കരയാക്രമണം ഉണ്ടാകാമെന്നിരിക്കെ വെടിനിർത്തലിനായി US ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്.